നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇബ്രൂസ് ഡയറിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ നാട്ടുമ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചെമ്പിൽ കൂടെ, അല്ലേ? നമ്മൾ ചെമ്പിൽ ഞങ്ങളുടെ തറവാടിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു. ഇനിയിപ്പോൾ അകത്തേക്ക് കയറാം. അകത്തും വിശേഷങ്ങളുണ്ട്. അവിടെ ആരൊക്കെ താമസിക്കുന്നതെന്ന് അറിയണ്ടേ? പഴയ കാലമാണ്, 70 വർഷങ്ങൾക്ക് മുമ്പാണ്. തറവാട് വീട് വെച്ചിട്ട് ഏതാണ്ട് ഒരു 100-120 വർഷമായിട്ടുണ്ടാവും. ഞാനിപ്പോഴും ആലോചിക്കും, വലിയ സമ്പന്നന്മാരായിരുന്നു. അഹമ്മദി അല്ല കേട്ടോ. നല്ല ബിസിനസ്, നല്ല കൃഷി ഒക്കെ ഉള്ള ആളുകളാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ വല്യപ്പാട് ബിസിനസ്സാണ്. വല്യപ്പാക്ക് അരിയുടെ ഹോൾസെയിൽ ഉണ്ടായിരുന്നു, കയറിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു. ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിൽ നിന്ന് കയറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. പുകയിലയുടെ ലൈസൻസി ആയിരുന്നു. പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. 4 തരം ബിസിനസ്സാണ്. എറണാകുളത്ത് നിന്ന് അരി ലോട്ടായിട്ട് എടുത്തു വന്നിട്ട് ഹോൾസെയിൽ വിൽക്കുന്ന അങ്ങനെ അരിയുടെ ബിസിനസ്, കയറിൻ്റെ ബിസിനസ്, അങ്ങനെ ബിസിനസ്. പിന്നെ ഞങ്ങളുടെ ഏനാദി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ചെമ്പിൽ, വൈക്കത്ത് ഏനാദി അക്കരെ, ചെമ്പനക്കരെ. അവിടെ ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. അവിടെ മുണ്ടകൻ കൃഷിയാണ് ചെയ്തിരുന്നത്. പിന്നെ ചന്ദ്രൂർ ഉമ്മയുടെ നാടാണ്, അത് പിന്നെ പറയാം. പക്ഷേ ഈ ചന്ദ്രൂർ ഉമ്മയുടെ വീട്ടിലേക്ക് കയറുന്നില്ല, ഈ പറഞ്ഞ പോലെ വീടിൻ്റെ പുറത്ത് അവിടെയാണെന്ന് ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ. അവിടെ ഒരു 8 ഏക്കറോളം നിലമുണ്ട്. ആ നിലം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചെട്ടിവിരിപ്പ്, അതാണ് നെല്ലിനെന്നാ പറയുക, അങ്ങനെ പറയുക, ചെട്ടിവിരിപ്പ്. ഒറ്റ കൃഷിയേ ഉള്ളൂ. ഒരുപ്പ് കൃഷിയാണ്, ഇരിപ്പ് കൃഷിയല്ല. ഞങ്ങളുടെ ചെമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഉത്സവം നടക്കുന്ന അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഇരിപ്പ് കൃഷിയാണ്. രണ്ട് പ്രാവശ്യം കൃഷി ചെയ്യും. പക്ഷേ ഞങ്ങളുടെ നിലത്തിൽ ഈ എന്താ പറയുക, അയ്യോ അതിന് കരകൃഷിയല്ല, അതിന് ഒരു പേരുണ്ട്, ഓർമ്മയിൽ പറയാനുണ്ട്. അപ്പോൾ അവിടെ ഒരു കൃഷിയേ ഉള്ളൂ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കൃഷിയേ ഉള്ളൂ. ഈ കൃഷി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ പറയുക, ബണ്ടുണ്ട്. ഈ പാടത്തിനും കായലിനും, അതായത് എനിക്ക് തോന്നുന്നു കൈതപ്പുഴ കായലിൻ്റെ ഒരു ഭാഗമാണ്. കൈതപ്പുഴ കായലിലെ പാട്ടൊക്കെ കേട്ടില്ലേ? കൈതപ്പുഴ കായലിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്. അപ്പോൾ കൈതപ്പുഴ കായലിലേക്കാണ് ഈ പാടം തുറക്കുക, ഞങ്ങളുടെ വയലിൽ തുറക്കുക. അപ്പോൾ അവിടെ ഒരു ചീപ്പ് വെച്ചിട്ടുണ്ട്. ചീപ്പ് എന്ന് പറഞ്ഞാൽ ബണ്ട്, അതായത് ഒരു ഭാഗം കെട്ടിമറിച്ചിട്ട് നമ്മളിങ്ങനെ കല്ല് കെട്ടിമറിച്ചിട്ട് അതിൻ്റെ കൂടെ അതൊക്കെ പറഞ്ഞ് നാട്ടിൻപുറത്ത് ജീവിച്ചവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. പറഞ്ഞു ഒരു ചീപ്പ് വെക്കും. ചീപ്പ് വെക്കുന്ന ഇതിങ്ങനെ ഈ 10,000 പോലെ ഇതിങ്ങനെ പൊക്കിയും താത്തുകയും ചെയ്യാം. അപ്പോൾ പൊക്കി കഴിഞ്ഞാൽ വെള്ളമെല്ലാം കൂടി പുറത്തോട്ട് പോകും. പൊക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം എല്ലാം അകത്തോട്ട് കയറും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ ഇത് വെള്ളം പുറത്തേക്ക് ഇറക്കത്തിൻ്റെ സമയത്ത്, വേലി ഇറക്കത്തിൻ്റെ സമയത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ പുറത്തു പോകും. അത് വേലി ഏറ്റത്തിൻ്റെ സമയത്ത് തുറന്നു വെച്ചാൽ വെള്ളം അകത്തേക്ക് കയറും. അപ്പോൾ കായലിലെ മീനും കൂടി ഇതിൻ്റെ അകത്തേക്ക് കയറും. മനസ്സിലായി? അപ്പോൾ മീൻ, ചെമ്മീൻ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. എന്നിട്ട് ഈ വെള്ളം തുറന്നു വിടുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ വായ്ക്കലൊരു വല വെച്ച് കൊടുക്കും. അപ്പോൾ ഈ പാടത്തേക്ക് കയറിയ മീൻ മുഴുവൻ ഈ വലയിൽ കുടുങ്ങും. അങ്ങനെ ചെമ്മീൻ കൃഷി അത്യാവശ്യം രീതിയിൽ നടന്നിരുന്നു വെച്ചാൽ അത് ഞങ്ങൾ നേരിട്ട് നടത്താറല്ല. കൃഷി കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും നമ്മൾ ഈ ലേലത്തിന് കൊടുക്കുക. അപ്പോൾ ഇത്ര രൂപക്ക് അവർക്ക് കെട്ട് കൊടുക്കുന്നു. കെട്ടെന്നാണ് പറയുക, ചെമ്മീൻ കെട്ടെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ കെട്ട് കൊടുക്കുന്നു. ആ കെട്ട് ഒരു വർഷം അവർ വാറ്റുന്നു. വാറ്റുക എന്ന് പറഞ്ഞാൽ ഈ മദ്യം ആ വാറ്റല്ല, കെട്ട് വാറ്റുന്നു. ചെമ്മീൻ കെട്ട് വാറ്റുക എന്നാണ്. ഇതൊക്കെ നാടൻ ഭാഷയാണ് അവർ. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൃഷിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഈ പുള്ളിക്കാരൻ, അതായത് ഞങ്ങളുടെ വല്യുപ്പ, വാപ്പാട വാപ്പ, മുഹമ്മദ് കുട്ടി മേത്തർ. ഈ മമ്മൂട്ടി, അത് പേര് വന്ന് ഏകദേശം ഒരു ഊഹം കിട്ടിക്കാണുമില്ല. വാപ്പാട പേരാണ് മുഹമ്മദ് കുട്ടി. ആ പേരാണ് ഏട്ടൻപുള്ളി കിട്ടിയ മുഹമ്മദ് കുട്ടി. അത് വേറെ കഥ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും പറയാൻ പോകുന്നത് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾക്ക് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ വീടിൻ്റെ ഒരു പറമ്പ് കഴിഞ്ഞിട്ട്, അത് 4 കെട്ടൊന്നുമല്ല, എന്നാലും ഓടിട്ട വലിയൊരു വീട്, ഒരു പഴയ കാലത്തുള്ളൊരു വീട് സങ്കല്പിക്കുക. അതിൻ്റെ ചുറ്റും വലിയ പറമ്പ്, അവിടെ കുളിക്കാനൊരു കുളം, നമുക്ക് മുങ്ങി കുളിക്കാൻ പറ്റിയൊരു കുളം. അതിൻ്റെ തെക്കേ വടക്കേ മൂലയിൽ ഒരു കിണർ, അടുക്കള ഭാഗത്ത് കിണർ. ഈ അടുക്കള ഭാഗവും ഉമ്മറവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വലിയ മതിൽക്കെട്ട്. ചുറ്റും കുറേ ഭാഗം വേലിക്കെട്ടും, കുറേ ഭാഗം മതിൽക്കെട്ടും. അങ്ങനെയാണ്. അതൊക്കെ ഈ ഓലക്കൊന്നും ഒരു പഞ്ഞമല്ലോ. എല്ലാ 2 മാസം കൂടുമ്പോഴും തെങ്ങ് കയറി ഓല മടൽ വെട്ടിക്കൊണ്ടുവരുമല്ലോ. ഈ ഓല വെട്ടി കീറി അതിൻ്റെ അളിയെടുത്ത് ഓല വെള്ളത്തിലിട്ട് ചീയിച്ചിട്ട് അത് മെടഞ്ഞെടുക്കും. അതൊക്കെ അവിടുത്തെ സാധാരണ ആളുകളുടെ തൊഴിലാണ്. ഓല മെടയാൻ കുറേ ആളുകൾ വരും, സ്ത്രീകൾ വന്ന് ഓല മെടയും. അപ്പോൾ ഓല മെടയുന്നതിന് അവർക്ക് പൈസ ഉണ്ട്. ഒരു ഓല മെടയുന്നതിന് ഇത്ര പൈസ. ഈ ഓല കീറി ഇതെടുക്കുന്ന അവർക്കുണ്ട് പൈസ. അപ്പോൾ അതിനൊക്കെ പ്രത്യേക ആളുകളുണ്ട്, ജോലിക്കാരുണ്ട്. അന്നൊക്കെ ഈ പരമ്പരാഗതമായി തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഇപ്പോഴല്ലേ പരമ്പരാഗത തൊഴിലുകൾ ആളുകൾ ചെയ്യാത്തത്. പക്ഷേ അന്നൊക്കെ
അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്കാരും കണ്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരും വീടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അവർ മക്കളൊക്കെ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു കുഗ്രാമത്തിൽ പോയി വീട് വെച്ചത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അപ്പോൾ അന്നൊക്കെ ആദ്യം പറഞ്ഞില്ല, അത്യാവശ്യം വലിയ വീട് തന്നെയാണ്. ഒരു പക്ഷേ അതിൻ്റെ ഇതിൽ പിന്നിൽ അവർക്ക് എന്തെങ്കിലും ചിന്തയുണ്ടാവായിരിക്കും, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ വീടിൻ്റെ ഒരു പറമ്പിന് പുറകിൽ വിശാലമായ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ചീനവലകൾ എന്ന് മനസ്സിലായില്ല, ഫോർട്ട് കൊച്ചിയിലെ കാണുന്ന കമ്പവല, ചീനവല. അതിന് ഓരം ചേർന്ന് ആ കായലിനോട് ചേർന്ന് ഇങ്ങനെ വന്ന് കുറേ തോടുകളുണ്ടാവും. ഈ തോടുകളിലൊക്കെ ഓരോ വീടിൻ്റെ വാതിൽക്കൽ കൂടി ആയിരിക്കും ഈ തോടുകളൊക്കെ പോവുക. അപ്പോൾ എല്ലാ വീടിൻ്റെ വാതിൽക്കലും ഓരോ വഞ്ചി കെട്ടിയിട്ടുണ്ട്, ചെറുവഞ്ചികൾ കെട്ടിയിട്ടുണ്ടാകും. ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് മുറ്റത്തോട്ട് പുറത്തോട്ടിറങ്ങിയാൽ ഒരു കുറച്ച് വീതിയുള്ള സ്ഥലമാണ്. ആ വീതിയുള്ള സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഒരു തോടാണ്. തോടെന്ന് പറഞ്ഞാൽ കനാൽ പോലെ. ആ കനാലിന് കുറുകെ ഒരു പാലമുണ്ട്, ഈ മരപ്പാലം, തെങ്ങുതടി വെട്ടിയിട്ടുണ്ടെങ്കിൽ പാലം. ഈ പാലം കടന്ന് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. അപ്പുറത്തേക്ക് കടന്നാൽ പിന്നെ ഒരു പറമ്പ്. അതിൻ്റെ ഇപ്പുറത്ത് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന പുരുഷൻ എന്ന് പറയുന്നത്, പുരുഷൻ എന്ന അദ്ദേഹത്തിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു പുരുഷൻ ചേട്ടൻ എന്ന് തന്നെ പറയാം. പുരുഷൻ ചേട്ടൻ, അയാളുടെ അനിയൻ തങ്കപ്പൻ ചേട്ടൻ, അങ്ങനെ അവരുടെ വീട്. അപ്പുറത്ത് മുരളി എന്ന് പറയുന്ന ഒരാളുടെ വീട്. അതിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ സാനിറ്ററി എന്ന് പറയുന്ന ഒരാളുണ്ട്. സാനിറ്ററി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അന്ന് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും, നമുക്ക് ഈ വസൂരിക്കും ഇതിനൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുക, അയാളെ സാനിറ്ററി എന്നാണ് വിളിക്കുക. അത് എന്താർത്ഥത്തിലാണെന്ന് എന്നോട് ചോദിക്കും. സാനിറ്ററി അദ്ദേഹത്തിൻ്റെ വീടാണ്. അയാൾ മാന്യനായ ഒരു മനുഷ്യനായിട്ട് നമ്മൾ അംഗീകരിക്കുന്ന, നാട്ടിൽ പുറത്തൊരു മാന്യൻ ആണ്, നാട്ടിലൊരു മാന്യൻ. പിന്നെ അപ്പുറത്ത് ശീമോൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ക്രിസ്ത്യാനി താമസിക്കുന്ന വീടാണ്. അങ്ങനെ പല ജാതി മതസ്ഥർ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്താണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി പണവറമ്പിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ആ ഗേറ്റ് തുറന്നാൽ, ഗേറ്റും ഈ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇരുമ്പ് ഗേറ്റാണ്. പക്ഷേ അന്നുണ്ടായിരുന്നത് മരത്തിൻ്റെ ഗേറ്റില്ലേ, മരം കൊണ്ടുണ്ടാക്കുന്ന, നമ്മൾ ആശാരിമരം കൊണ്ടുണ്ടാക്കുന്ന ഗേറ്റ്, അതിന് കൊളുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയാൽ വിശാലമായ മുറ്റമാണ്. ഈ വിശാലമായ മുറ്റത്ത് അന്ന് ഇപ്പോൾ അതില്ല. അന്ന് 2 ചാമ്പമരമുണ്ട്. 2 ചാമ്പമരമുണ്ട്. ഒരു പനിനീർ ചാമ്പ, പിന്നെ വേറൊരു ചാമ്പ. പനിനീർ ചാമ്പ എന്നാണ് അതിന് പറയുക. ആ ചാമ്പക്ക, കുഞ്ഞ് ചാമ്പക്കായ, വലിയ മരമായിരിക്കും, കുഞ്ഞു കുഞ്ഞു ചാമ്പക്ക കണ്ടിട്ടില്ലേ, ഒരു ഉണ്ട ഇങ്ങനെ. ഓക്കെ, അതിന് ഭയങ്കര മധുരമാണ് ആ ചാമ്പക്ക പഴുത്ത് കിട്ടിയാൽ. പക്ഷേ വവ്വാൽ കൊണ്ടുപോകണോണ്ട് അതിന് കിട്ടൽ കുറവ്, അണ്ണാനും ഒക്കെ ഇട്ടങ്ങനെ പോകും. അതുമല്ല, മാത്രമല്ല ഈ തറവാടിനോട് ചേർന്നൊരു ചാവടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പറഞ്ഞാൽ ഔട്ട് ഹൗസ് എന്നാണ് നമ്മൾ പറയുക. അന്ന് ചാവടി എന്നാണ് പറയുക, ഔട്ട് ഹൗസ് എന്ന് പറയാം. അപ്പോൾ വാപ്പാടെ അനിയൻ കൊച്ചാപ്പ, ഞാൻ പറഞ്ഞില്ല, കൊച്ചമ്മു എന്ന് പറയുന്ന കൊച്ചു മുഹമ്മദ് അധ്യാപകനായിരുന്നു. അത് വേറെ കഥ, അത് പറയാം. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന അവിടെയാണ്. അതിനോട് ചേർന്നാൽ ഞങ്ങളുടെ വീട് വലിയൊരു വരാന്ത, കോലറായം എന്നാണ് പറയുക. ആ എറായം അത് നീണ്ട് അടുക്കള വരെ പോകും. അടുക്കള അപ്പുറത്തെ ഭാഗത്തൂടെ വന്നിട്ട് അതിലൂടെ അടുക്കളയിലേക്ക് കയറും. അപ്പോൾ ഈ വേലിക്കെട്ട്, അതായത് ഈ മതിൽക്കെട്ടിൻ്റെ അടുക്കള ഭാഗത്ത് പുറത്തേക്ക് പോകാനൊരു ചെറിയ വാതിലുണ്ട്, ഫ്രണ്ടിൽ വലിയ ഗേറ്റുണ്ട്. അപ്പോൾ ഈ അടുക്കള ഭാഗത്തുള്ള ഈ മതിലിനോട് ചേർത്ത് ഈ ഗേറ്റ് വെച്ചിട്ട്, ഈ കുട്ടി ഗേറ്റ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ജോലിക്കാർ അടുക്കളയിൽ വരുന്ന സ്ത്രീകളുണ്ടല്ലോ, അപ്പോൾ അവർ അതിലെയാണ് വരിക, അതിലെയാണ് വരുന്നതും പോകുന്നതൊക്കെ. ഉമ്മറത്തൂടെ അങ്ങനെ ആരും വാപ്പായൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മുതിർന്ന ആണുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് അങ്ങനെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ആ വഴിക്ക് വരില്ല, എല്ലാവരും അപ്പുറം വഴിക്കായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വീട് തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാള് കഴിഞ്ഞാൽ നേരെ കാണുന്നത് അറപ്പുര എന്ന് പറയും, അറ എന്ന് പറയാം. അറയിലാണ് വല്ലുമ്മാടെ സമ്പാദ്യങ്ങളൊക്കെ, അതായത് ഈ എന്താ പറയുക, വീട്ടു സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അതിൻ്റെ അതാണ്. അതിനോട് ചേർന്ന് മാറിയ തെക്കേപ്പുര എന്നാണ് ഞങ്ങളതിന് പറയുക. തെക്കേപ്പുരയാണ് വാപ്പാടെ കിടപ്പ് മുറി, അതായത് വല്യപ്പ കിടന്നിരുന്ന മുറിയാണ് അത്. അതിൻ്റെ അപ്പുറത്തൊരു ഒരു വാരമുണ്ട്. ആ വാരത്തിലാണ് ഞങ്ങളുടെ ചേട്ടൻ മമ്മൂട്ടിയുടെ താമസം. ആ വാരം ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു, അത് കൂട്ടിയിട്ടിട്ട് പോകുന്നൊക്കെ പറഞ്ഞില്ലേ അത്. അതിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു പടിഞ്ഞാറേ വാരം, ഇത് തെക്കേ വാരം, അത് പടിഞ്ഞാറേ വാരം. ഈ പടിഞ്ഞാറേ വാരത്തിലാണ് കൊച്ചപ്പ, അതായത് വാപ്പയുടെ അനിയൻ കിടക്കുക. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ ഈ അറയുടെ ഇപ്പുറത്തും ഈ വലിയ ഹാളിൻ്റെ തൊട്ടുമായിട്ട് വടക്കേപ്പുര എന്ന് പറഞ്ഞിട്ടൊരു മുറിയുണ്ട്. അതിൻ്റെ അകത്താണ് ഞങ്ങൾ ഉമ്മയൊക്കെ പ്രസവമൊക്കെ കിടക്കുന്ന ഒരു മുറിയാണ്. ഞങ്ങൾ ചിലരതിൽ കിടക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ അകത്തൊരു പത്താഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നെല്ല് വെക്കുന്ന പത്താഴം. ആ വടക്കേ പുരയുടെ ഇതിൽ കൂടി വേണം മച്ചിൻ്റെ മുകളിലേക്ക് കയറാൻ. മച്ചിൻ്റെ മുകളിലേക്കുള്ള ഗോവണി അവിടെയാണ്. അപ്പോൾ അത് കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പത്താഴം അപ്പുറത്ത് ഇപ്പുറത്ത്, അതായത് നിറച്ച് നെല്ലുണ്ടാവും. എല്ലാ വർഷവും കൊയ്ത്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നെല്ലും അതിനുള്ള നെല്ല് മാത്രമല്ല വിത്തും സൂക്ഷിക്കുന്നത് ഈ പത്താഴങ്ങളിലാണ്. അപ്പോൾ 2 പത്താഴമുണ്ട് മച്ചുംപുറത്ത്, മച്ചിൻ്റെ മുകളിൽ. പിന്നെ ഉള്ളത് ഒരു എന്താ പറയുക, ഇടനാഴിക എന്നാണ് പറയുക. ഇടനാഴിക എന്ന് പറഞ്ഞാൽ
ഒരു എൽ ഷേപ്പിലാണ് ആ മുറി. ആ എൽ ഷേപ്പിൽ അതിൻ്റെ ഒരു ഭാഗത്താണ് വല്യമ്മ കിടക്കുക. വല്യമ്മയുടെ കട്ടിലിൻ്റെ മുമ്പിലായിട്ടാണ് ഞങ്ങൾ കുട്ടികളൊക്കെ കിടക്കുക. കാരണം ഈ രാത്രി മൂത്രമൊഴിക്കാൻ എണീക്കാൻ വല്യമ്മയാണ് കൂടെ വരിക. വല്യമ്മ നല്ല പ്രായമുള്ളപ്പോൾ പോലും നമ്മൾ പിള്ളേരെ എണീപ്പിച്ച് രാത്രിയൊക്കെ കൂട്ടുവന്ന് ഒരു പേടിയില്ല ഇരുട്ടത്തൊക്കെ പോകാനായിട്ടൊക്കെ. അത്ര ധൈര്യമുള്ള ആളായിരുന്നു വല്യമ്മ. പിന്നെ അപ്പുറത്ത് അടുക്കള, പിന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചെറിയ തിണ്ണ, അതിൻ്റെ ബാക്കിലായിട്ട് ആടിൻ്റെ ഒരപ്പുര. അവിടെയാണ് നെല്ല് കുത്തലും നെല്ല് പാറ്റലും അരിയിടിക്കലും ഒക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വീടിൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നത്. ഇതാണ് പാണപറമ്പ് എന്ന് പറയുന്ന വീട്. ഈ വീട്ടിലാണ് ഞങ്ങൾ ജനിച്ചതെന്ന് പറയാൻ ഞാനാണ് അവിടെ ജനിച്ചു തുടങ്ങിയത്. കാരണം ഇച്ചാക്ക ജനിച്ചതും മൂത്ത പെങ്ങൾ ജനിച്ചതും ഉമ്മയുടെ നാട്ടിൽ ചന്ദ്രൂർ പാണ്ഡ്യാമ്പറമ്പിൽ എന്ന് പറയുന്നത് ഉമ്മയുടെ തറവാട്ടിലാണ് അവർ ജനിച്ചത്. അതങ്ങനെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഒരു കല്യാണം കഴിച്ച് വന്ന ഒരു പെണ്ണ് സ്ത്രീ ഗർഭിണിയായാൽ അവളുടെ ആദ്യ പ്രസവം അവരുടെ വീട്ടിലാണ് എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം അവിടെ ആയിരുന്നു. മൂന്നാമത്തെ ആണ് ഞാൻ ജനിക്കുന്നത് ചെമ്പിൽ. ഈ തറവാട്ടിൽ ജനിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ ബാല്യ കൗമാര കുതൂഹലങ്ങളും ഞങ്ങളുടെ വളർച്ചയും ഞങ്ങളുടെ LP സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ നടന്നത് ഈ തറവാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കൃഷിയും കാര്യങ്ങളും കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വാപ്പ എന്താ പറയുക, വാപ്പ അവർ 6 പേരാണ്. 4 സഹോദരിമാരും 2 സഹോദരന്മാരും. അതിലിപ്പോൾ ആരും ജീവിച്ചിട്ടില്ല, എല്ലാവരും മരണപ്പെട്ടു പോയി. അവരുടെ മക്കൾ ഞങ്ങളുടെ കസിൻസൊക്കെ എല്ലാവരും ഉണ്ട്. അവരുമായിട്ടൊക്കെ ഞങ്ങൾ കണക്ഷനും കോൺടാക്ട്സൊക്കെ ഉണ്ട്. കാണലും വിളിക്കലും പറിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾക്ക് കാണും, സംസാരിക്കും. അങ്ങനെയുള്ള കോൺടാക്ട്സ് വെച്ചിട്ടുണ്ട് എല്ലാവരുമായിട്ട്. അപ്പോൾ ഈ 6 പേരിൽ 4 സ്ത്രീകളാണ്. 4 സ്ത്രീകളിൽ 2 പേരെയും ചെമ്പിൽ തന്നെ കല്യാണം കഴിച്ച് കിട്ടുന്നത്. അതായത് വാപ്പയുടെ നേരെ മൂത്ത പെങ്ങൾ, അത് കഴിഞ്ഞിട്ടാണ് വാപ്പ രണ്ടാമത്തെ. മൂന്നാമത്തെ പെങ്ങളെയും കല്യാണം കഴിച്ച് ചെമ്പിൽ, അതായത് വല്ലുപ്പാട ഒരു റിലേറ്റീവിൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിച്ച കസിൻസ്. ഈ മുറച്ചെറുക്കൻ മുറപ്പെണ്ണ് കല്യാണം പോലത്തെ ഒരു കല്യാണമായിരുന്നു അത്. പിന്നെ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് കുമ്പളം എന്ന് കേട്ടിട്ടുണ്ടാകും. എറണാകുളം കുമ്പളം എന്ന് കേട്ടിട്ടില്ലേ? കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഒരാളെ ഇടപ്പള്ളി അറിയാമല്ലോ, ലുലു മളക്കരിക്കുന്ന സ്ഥലം, അവിടെയാണ് ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് കൊച്ചാപ്പ, വാപ്പാടെ അനിയൻ. വാപ്പാടെ അനിയൻ അധ്യാപകനായിരുന്നു. പുള്ളി ഷൊർണൂരിൽ ജോലി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഷൊർണൂർ ജോലി നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഷൊർണൂർ പോയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഷൊർണൂരും കാണാം, കൊച്ചാപ്പാടെ ജോലി സ്ഥലവും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്നാണ്. അത് ഞങ്ങളുടെ ഉമ്മയുടെ ഒരു റിലേറ്റീവാണ്. ഉമ്മയുടെ സഹോദരി, ഉമ്മയുടെ കസിൻ്റെ മോളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു. പിന്നെ അവർക്ക് മക്കളും അങ്ങനെയുള്ള ഓരോ മക്കളും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ വെക്കേഷൻ സമയത്താണ് ഇവർ നാട്ടിൽ വരിക. അതായത് അമ്മായിമാരുടെ, അതായത് വാപ്പാടെ പെങ്ങന്മാരുടെ മക്കളൊക്കെ വെക്കേഷൻ സമയത്ത് തറവാട്ടിൽ വരും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ആഘോഷമാണ്. കാരണം അവരുമായിട്ട് കളിക്കാൻ അങ്ങനെ ഉണ്ടല്ലോ, ഈ കസിൻസ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ, ഞാൻ പറഞ്ഞു, നേരെ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന പോലെ അവിടെ പുരുഷൻ ചേട്ടൻ്റെ വീടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വിശാലമായ ഒരു പറമ്പാണ്. അവിടെ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്, കാളി എന്ന് പറഞ്ഞിട്ട് കാളിയമ്മ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മോളുണ്ട് വള്ളി എന്ന് പറഞ്ഞ പെൺകുട്ടി താമസിക്കുന്നത്. പിന്നെ കുറച്ച് സ്ഥലത്തേക്ക് വീട് താമസങ്ങളൊന്നുമില്ല. പിന്നെ കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു രവി, അവർ താമസിക്കുന്ന വീടാണ്. ഈ രവിയുടെ വീട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വിശാലമായ പാടമാണ്. ഈ പാടം എന്ന് വെച്ചാൽ കൃഷി സ്ഥലമാണ്. ഈ കൃഷി സ്ഥലം, അതായത് ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഈ പഴയ വീടുകളിലൊക്കെ കാണാം, ഒരു കയറ് കെട്ടിയിട്ടുണ്ടാവും. ഈ ഉത്തരത്തെ നിന്നൊരു വീടിൻ്റെ ഉത്തരമുണ്ട്, പട്ടിക വെച്ചിട്ട് ഉത്തരം, ആ ഉത്തരത്തെ നിന്നൊരു കയറ് ഞാൻ തൂക്കിയിട്ടുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമേ പിടിച്ച് കയറാനും, ഈ പ്രായ ആളുകൾക്ക് പിടിച്ച് വീട്ടിലേക്ക് കയറാം, പിടിച്ചിറങ്ങാം. പക്ഷേ നമ്മൾ നമ്മെ പിടിച്ച് തൂങ്ങിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ പിടിച്ച് തൂങ്ങി നിൽക്കും. നിന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വിശാലമായ ഈ പ്രദേശങ്ങൾ മുഴുവൻ കാണാം. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെമ്പിൽ 2 സമയവും മാർക്കറ്റുണ്ട്. രാവിലെയും മാർക്കറ്റുണ്ട്, അങ്ങാടിയിൽ വൈകുന്നേരവും മാർക്കറ്റുണ്ട്. അപ്പോൾ രാവിലെ മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരുണ്ട്, വൈകുന്നേരം മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ വരവും പോക്കുമൊക്കെ നമ്മുടെ വീടിൻ്റെ വാതിൽ കൂടിയാണ്. അപ്പോൾ ആ ഒരു ചുറ്റുപാടിലാണ് ഞങ്ങൾ വളർന്നത്. പിന്നെ ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങൾ സെൻറ്റ് തോമസ് LP സ്കൂളിലാണ് ഞങ്ങളുടെ LP സ്കൂൾ വിദ്യാഭ്യാസം. എല്ലാവരുടെയും, ഞാൻ, അനിയന്, ഏട്ടന്, പെങ്ങന്മാർ, എല്ലാവരും LP സ്കൂൾ വിദ്യാഭ്യാസം. മഠത്തിൻ്റെ വക സ്കൂളാണ്, ആ സ്കൂളിലാണ് നടന്നത്. അതിൻ്റെ പിന്നെ UP സ്കൂളിലേക്ക് മാറി, വിജയോദയം എന്ന് പറഞ്ഞ UP സ്കൂൾ. അവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അതൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഉള്ള വിദ്യാഭ്യാസ കാലത്തിലേക്ക് അങ്ങനെ പോവുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ സിനിമ സിനിമ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സിനിമ ഞങ്ങളിലേക്ക് വന്നതല്ല ശരിക്കും. ഞങ്ങൾ സിനിമയിലേക്ക് അങ്ങ് പോവുകയായിരുന്നു. സിനിമയോട് എന്തോ വല്ലാത്തൊരു ആകർഷണം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് വാപ്പ
അതിനുള്ള വളം വെച്ച് തന്നിരുന്നു എന്ന് പറഞ്ഞാലും ശരി, എല്ലാ മിക്കവാറും സിനിമയാണ് വാപ്പ കൊണ്ടുപോകും. വാപ്പ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി വിട്ടൊരു സിനിമ, എനിക്ക് തോന്നുന്നു 1960 ഇരിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ എത്ര വർഷമായി? സീത എന്ന് പറയുന്ന സിനിമ. പിന്നെ അങ്ങനെ വാപ്പ കാണിച്ചിട്ടുള്ള സിനിമകളാണ് സീത, തങ്കക്കുടം, കുട്ടിക്കുപ്പായം, കുപ്പിവള, മണവാട്ടി, ആദ്യ കിരണങ്ങൾ, കറുത്ത കൈ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ വാപ്പ കൊണ്ടുപോയി തിയേറ്ററിൽ കാണിച്ച സിനിമകളാണ്. അപ്പോൾ സിനിമയിലേക്ക് ഞങ്ങൾ എടുത്തെറിയപ്പെട്ടവരെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ആരും എടുത്തെറിഞ്ഞൊന്നുമില്ല, ഞങ്ങൾ ഇടിച്ചു കയറിയ ആ സിനിമയിലേക്ക്. അപ്പോൾ സിനിമയോടുണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു ആകർഷണം. അപ്പോൾ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം, അടുത്ത വിളവിൽ പറയാം, എങ്ങനെ സിനിമയിലേക്ക് നമ്മൾ വന്നു എന്നുള്ളത്. സിനിമ ഞങ്ങളിലേക്കല്ല, ഞങ്ങൾ സിനിമയിലേക്ക് പോയി അങ്ങനെ. അപ്പോൾ എങ്ങനെ സിനിമ ഞങ്ങളുടെ മനസ്സിൽ കയറിക്കൂടി എന്നതാണ്. അതിന് ഒരുപാട് ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് പറയാം. അപ്പോൾ അതുവരെ നമുക്ക് നമസ്കാരം, വീണ്ടും കാണാം അല്ലേ? അപ്പോൾ അടുത്ത എപ്പിസോഡിൽ താങ്ക് യു.